ഓക്കെ. സോ ഐ ഹോപ്പ് സ്ക്രീൻ എല്ലാവർക്കും കാണാമെന്നുള്ളത്. ആൻഡ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോസ്പെക്ടിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് ഒരു വ്യക്തിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശരിയായ ധാരണയോട് കൂടിയിട്ട് ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് കൂടിയിട്ട് ഒരു വ്യക്തിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ ഇവിടെ ഞാൻ എഴുതുന്നു പ്രോസ്പെക്ടിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഡിസയർ ഈസ് മോട്ടിവേറ്റിംഗ്. വാട്ട് ഡിസയർ ഈസ് മോട്ടിവേറ്റിംഗ് യുവർ പ്രോസ്പെക്ട്. നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ, അതായത് നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകം എന്താണ്? ഏറ്റവും കൂടുതൽ അവർ ഈ സിസ്റ്റത്തിലേക്ക് അടുപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണ്? ഇതാണ് മെയിൻ ആയിട്ട്. ഒരിക്കൽ കൂടി പറയുന്നു, പ്രോസ്പെക്ടിങ്ങിലേക്ക് നമ്മൾ കിടന്നു. ആ പ്രോസ്പെക്ടിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ചിരിക്കേണ്ട 3 ചോദ്യങ്ങളാണിത്. വാട്ട് ഡിസയർ ഈസ് മോട്ടിവേറ്റിംഗ് യുവർ പ്രോസ്പെക്ട്. നിങ്ങൾ ആരെയാണോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, ആ വ്യക്തിക്ക് ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം ലാഭം എന്താണ്, ഏറ്റവും മാക്സിമം റിസൾട്ട് ഏത് ഏരിയയിലാണ് കിട്ടുക, ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു അറിവ് നമുക്ക് വേണം. ഇപ്പോ എല്ലാവരും ഇതിൽ സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരായിരിക്കില്ല. ചിലവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു മെച്ചം വേണം, അത് നിലനിന്ന് കൊണ്ടുപോകണം, ഹെൽത്തി ആയിരിക്കണം, ഫിറ്റ് ആയിരിക്കണം, അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഒരു നിശ്ചിത തുക കിട്ടിയാൽ അവർ ഹാപ്പി ആയിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകണം. ചില ആൾക്കാർക്ക് മെറ്റീരിയൽ പൊസിഷൻ ആയിരിക്കും, അവർക്ക് കൂടുതലും സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാറ് മേടിക്കണം, അങ്ങനെയായിരിക്കും. ചില വ്യക്തികൾക്ക് അംഗീകാരങ്ങളായിരിക്കും. അപ്പോ നിങ്ങൾ ഈ ഒരു ബിസിനസ് പറയാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന, ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തതാണ് ഹൗ മച്ച് ഡസ് ഹി ഓർ ഷീ നോ അബൌട്ട് യുവർ ബിസിനസ്. ഈ പറയാൻ പോകുന്ന വ്യക്തിക്ക് എത്രത്തോളം നിങ്ങളുടെ ബിസിനസിനെ പറ്റിയിട്ട് അറിയാം. അതായത് ഹൗ മച്ച് ദേ നോ അബൌട്ട് യുവർ ബിസിനസ്, ഹൗ മച്ച് ദേ നോ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് അവർക്ക് എത്രത്തോളം അറിയാം. ചിലപ്പോ ഒരു പക്ഷേ നിങ്ങൾ തന്നെ അറിയാം, നിങ്ങൾ കോൾഡ് കോളിംഗ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ ചില ആൾക്കാർ ഓൾറെഡി ആർസിഎമ്മിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആർസിഎമ്മിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അവർ എന്താണ് കേട്ടത്, കേട്ട കാര്യങ്ങൾ ശരിയാണോ, അതില് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരാണ് അവരോട് പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ ചോദിച്ച് അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ബിസിനസിനെ പറ്റി അവർക്ക് എത്രത്തോളം അറിയാം. ഇപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് MLM ആണ്, അല്ലെങ്കിൽ പോൺസി സ്കീമാണ്, അല്ലെങ്കിൽ സ്കാം ആണെന്നുള്ളത്. അപ്പൊ ഇത് എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയാൻ കാരണം? ഇത് പോൺസി സ്കീമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് പോൺസി സ്കീം, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് മണി ചെയിൻ, ഇത് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റണം. അപ്പൊ അവരവരുടെ കാഴ്ചപ്പാട് പറയും. അപ്പോൾ നമ്മൾ പറയണം, ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് വരുന്നത് എന്തിന്റെ അണ്ടറിലാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ അണ്ടറിലാണ് വരുന്നത്. അത് നമ്മുടെ സിവിൽ സപ്ലൈസിന്റെ അണ്ടറിലാണ് വരുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്നത്. ഈ ഒരു ഭരണഘടന അനുസരിച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതെങ്ങനെ പോൺസി സ്കീമിലേക്ക് വരും? അപ്പൊ ഇതുപോലെ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ഡൗട്ടുകളെയും ക്വറീസിനെയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ചോദ്യം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായിട്ട് പറയുന്നത്, ഹൗ മച്ച് ദേ നോ അബൌട്ട് യുവർ ബിസിനസ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസിനെ പറ്റിയിട്ടുള്ള അവരുടെ ഐഡിയ എന്താണ്, ക്ലിയർ ആണ്. കാരണം ആ ഐഡിയ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ ക്ലാരിറ്റി വരുത്തി കൊടുക്കാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ ചോദ്യമാണ് ഹൗ മെനി സിമിലർ പ്രൊഡക്ട്സ് ദേ ഹാവ് ബീൻ ടോൾഡ് അബൌട്ട് ബിഫോർ. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ശ്രേണിയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ മുന്നേ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ, മുന്നേ അവരോട് പറഞ്ഞിട്ടുണ്ടോ? സോ ഹൗ മെനി സിമിലർ പ്രൊഡക്ട്സ് ഹാവ് ദേ യൂസ്ഡ്. അവര് സമാന ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ സമാന ശ്രേണിയിൽ പെടുന്ന ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് ആർസിഎമ്മിനെ പറ്റി പറയാണ്. അപ്പൊ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള സിഗ്മെന്റ് കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയുന്നു ന്യൂട്രി ചാർജ് ഉണ്ട്, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് കമ്പനിയുടെ, അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര മാസം കൊണ്ടാണ് കിട്ടിയത്, ഇത് നമ്മൾ ചോദിക്കണം. കാരണം ഈ അടുത്ത് ഞാൻ മുംബൈയിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഇതേ പാറ്റേണിൽ ഒരു കേസ് ഉണ്ടായി. ഞാൻ ക്ലാസ് ഒക്കെ എടുത്ത് ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അവര് എന്നോട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറിന്റെ ക്ലാസ് വളരെ നന്നായിട്ടുണ്ട്,
ഞാൻ പക്ഷെ ഓൾറെഡി ന്യൂട്രീഷൻ കഴിക്കുന്നുണ്ട്, ഞാൻ ഇന്നൊരു കമ്പനി, പേര് ഞാൻ പറയുന്നില്ല, ഇന്നൊരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത കാര്യം കമ്പനി ഏതാന്ന് ചോദിച്ചു, ആ കമ്പനീനെ അപ്രീഷിയേറ്റ് ചെയ്തു, ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നല്ലതാണ്, ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് എന്ന് ഞാൻ പറഞ്ഞ് അവരെ കോംപ്ലിമെന്റ് ചെയ്തു. അവരുടെ റിസൾട്ട് അവരെനിക്ക് ഫോണിൽ കാണിച്ചു. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി, വളരെ സന്തോഷമുള്ള കാര്യം. എന്നിട്ട് ഞാൻ അവരോട് സംസാരിച്ച് അവർ ഏത് കാറ്റഗറിയിലേക്കാണ് ഫോക്കസ്ഡ് ആയത് ഞാൻ ചോദിച്ചു. അപ്പൊ അവരുടെ ആ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിൽ വെയിറ്റ് ലോസ് കാറ്റഗറിയാണ് അവർ എടുത്തത്. ഞാൻ ചോദിച്ചു ഈ വെയിറ്റ് ലോസ് കാറ്റഗറിക്ക് നിങ്ങൾ എത്ര എമൗണ്ട് ആണ് കൊടുത്തത് ചോദിച്ചു. അപ്പൊ അവര് ആ റേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഉണ്ട്, പക്ഷെ മാഡം പറഞ്ഞ ഇതേ ചേരുവകളൊക്കെ ഇതിലും അടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും വില വരുന്നില്ല. അപ്പൊ മാഡത്തിന് തോന്നുന്നുണ്ടോ മാഡത്തിന്റെ ഈ ഒരു കമ്പനിയിൽ ഉൽപ്പന്നങ്ങളുടെ റേഞ്ചിന് ഇത്തിരി കൂടുതലാണ്, അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു ശരിയാണ്, റേറ്റ് ഇത്ര കൂടുതൽ, അതുകൊണ്ട് നമുക്ക് ആൾക്കാർ ഈസിലി കൺവിൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെയാണ് ആർസിഎമ്മിന്റെ പ്രസക്തി വരുന്നത്. സോ ഈ 3 ചോദ്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രോസ്പെക്ടിങ്ങിനെ സംബന്ധിച്ച്. ഏറ്റവും ആദ്യത്തത് വാട്ട് ഡിസയർ ഈസ് മോട്ടിവേറ്റിംഗ് യുവർ പ്രോസ്പെക്ട്. നിങ്ങൾ ഈ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്, അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്. ചിലവർക്ക് അസുഖങ്ങൾ മാറണമെന്നായിരിക്കും, ചിലർക്ക് നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവണമെന്നായിരിക്കും, ചിലർക്ക് അംഗീകാരങ്ങൾ കിട്ടണം എന്നുള്ളതായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫറെന്റ് പ്രോസ്പെക്ട്. പല വ്യക്തികൾക്കും പല ആഗ്രഹങ്ങളായിരിക്കും. രണ്ടാമത്തത്, നിങ്ങൾ വിൽക്കാൻ വന്ന പ്രൊഡക്റ്റോ നിങ്ങൾ പറയാൻ വന്ന ബിസിനസിനെ പറ്റിയിട്ട് അവർക്ക് എത്രത്തോളം ധാരണയുണ്ട്. അതറിഞ്ഞാലാണ് അവരുടെ സംശയങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള മുൻചിന്തകളെയോ നമുക്ക് മാറ്റിയിട്ട് പുതിയ ചിന്തകൾ അവിടേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തതാണ് ഹൗ മെനി സിമിലർ പ്രൊഡക്ട്സ്, അതേ പാറ്റേണിൽ വരുന്ന പ്രൊഡക്റ്റുകൾ അവർ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടോ. ചിലപ്പോൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ വേറെ പല പ്രൊഡക്റ്റുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പ്രൊഡക്റ്റിൽ നിന്ന് എങ്ങനെയാണ് ആർക്കും വ്യത്യസ്തമാണ്, ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു ഏറ്റവും കൂടുതൽ ഒരു ആവശ്യകത. അപ്പോൾ പ്രോസ്പെക്ടിങ്ങിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ വാട്ട് ഡിസയർ ഇസ് മോട്ടിവേറ്റിംഗ് എ പ്രോസ്പെക്ട്, അത് എത്രത്തോളം ഹൗ ദേ നോ അബൌട്ട് യുവർ ബിസിനസ് ആൻഡ് ഹൗ മെനി സിമിലർ പ്രൊഡക്ട്സ് ഹാവ് ദേ യൂസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രോസ്പെക്ടിങ് ശരിയായിട്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു പ്രോസസ്സാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആരോടാണോ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ കണ്ടെത്തുന്നു. അവരെ പറയുന്ന പേരാണ് ലീഡ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടിങ്ങിൽ വിജയിക്കാനായിട്ട് രണ്ട് വാക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. രണ്ട് വാക്കുകൾ. ഈ 2 വാക്കുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോസ്പെക്ടിങ്ങിൽ 100% വിജയിക്കും. ഏതൊരു കാര്യം ഈ ബിസിനസിന്റെ ഏറ്റവും ബേസിക് ലെവലിന്റെ തുടക്കം ഈ 2 വാക്കുകളിൽ നിന്നാണ്. ഞാൻ പറയട്ടെ അനിത സാറ്, ഞാൻ പറയട്ടെ? ഓക്കെ, അപ്പോ നമ്മൾ ഒരാളെ കണ്ടെത്തി, നമ്മൾ ലിസ്റ്റ് എഴുതി, ലിസ്റ്റില് ഏറ്റവും ആദ്യത്തെ ആളെ നമ്മൾ കണ്ടെത്തി. ഇനിയുള്ള കാര്യമാണ് കോൾ ഹിം ഓർ ഹെർ. അയാളെയോ അവരെയോ വിളിക്കുക. കോൾ. ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഫോൺ എടുത്ത് വിളിക്കുക എന്നുള്ളതാണ്. ഫോൺ എടുത്ത് വിളിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് പറഞ്ഞ ബിസിനസ് അല്ല ഡയറക്ട് സെല്ലിംഗ്, പറഞ്ഞ ബിസിനസ് അല്ല ആർസിഎം, പറഞ്ഞ ബിസിനസ് അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ ബിസിനസ് ഫോൺ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ്. സൗണ്ട് വീണ്ടും കട്ടായി. ഹലോ, അർജുൻ സാറേ സൗണ്ട് കട്ടായി. അവരുടെ സമയത്തിന് വിലയുണ്ട്, അപ്പൊ ആ വില നമ്മൾ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കണം. ഇന്ന ദിവസം ഞാൻ ആ വഴി കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അപ്പോ ഞാൻ അന്ന് ഫ്രീ ആയിരിക്കുമോ, അല്ലെങ്കിൽ അന്ന് നമുക്കൊന്ന് കാണാൻ പറ്റുമോ, ഞാൻ വെറുതെ കാഷ്വലി അങ്ങോട്ട് വരുന്നതാണ്, എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അപ്പൊ വൈകിട്ട് അപ്പോഴൊന്ന് കാണാൻ പറ്റുക. അപ്പോയിന്റ്മെന്റ്, എത്ര മണി, സമയം, സ്ഥലം, ഇത് കൺഫേം ആക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി റീചെക്ക് ചെയ്യണം. അപ്പൊ നാളെ ഇത്ര സമയം ഇന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് അപ്പോയിന്റ്മെന്റ്. ആൻഡ് അടുത്തതാണ് നമ്മൾ അവരെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ പ്രസന്റേഷനിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങളുടെ ഫിസിക്കൽ പ്രസന്റേഷൻ, നിങ്ങൾ ഫിസിക്കലി എങ്ങനെയാണ് നിങ്ങളെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത്. മറ്റൊന്ന്, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡ്ഫുള്ളി എങ്ങനെയാണ് നിങ്ങളെ പ്രസന്റ് ചെയ്യുന്നത്. ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. ഫിസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങൾ വെൽ ടു ഡു ആണ്, പക്കയാണ്, പ്രൊഫഷണൽ ആണ് എന്നുള്ളത്. അത് നിങ്ങളുടെ വസ്ത്രധാരണം,
നിങ്ങളുടെ മുഖത്തിലുള്ള ഫേഷ്യൽ ഹെയർ നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, നിങ്ങളുടെ മുഖത്ത് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കീസോളിനെ പറ്റിയിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് ചെല്ലുകയാണ്, ഞാൻ കീസോളിന്റെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ ആകെ മൊത്തം ഇരുണ്ട് മുഖമൊക്കെ ക്ഷീണിച്ചിരിന്നിട്ടാണ് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു പറയും നിങ്ങൾ ആദ്യം ഈ ഗ്ലോ അപ്പ് എടുത്തിട്ട് എന്താ നമുക്ക് കടിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫിസിക്കൽ പ്രസന്റേഷൻ. രണ്ടാമത്തതാണ് മൈൻഡ്ഫുൾ പ്രസന്റേഷൻ. മൈൻഡ്ഫുൾ പ്രസന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ആ കോൺഫിഡൻസ് പ്രൊജക്ട് ചെയ്യണം, നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ കണ്ണുകളിലൂടെയും അത് പ്രൊജക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് മൈൻഡ്ഫുള്ളി നമ്മൾ പ്രസന്റ് ചെയ്യുക. ആൻഡ് ഫൈനലി മൂന്നാമത്തെ പ്രസന്റേഷൻ ആണ് ദാറ്റ് ഈസ് നമ്മുടെ പ്ലാൻ. ആ പ്ലാൻ നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കണം, ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ബോർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലേറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാബിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളിത് പ്രസന്റ് ചെയ്യണം. നിങ്ങൾക്കത് PPT ആയിട്ട് പ്രസന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ എഴുതി പ്രസന്റ് ചെയ്യാം, നിങ്ങൾക്ക് ചിലപ്പോൾ അത് സൂമിലൂടെ പ്രസന്റ് ചെയ്യാം. എനിവേ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. പക്ഷെ ഈ 3 രീതിയിൽ വേണം ആ പ്രസന്റേഷൻ റെഡി ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ഈ പ്രസന്റേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോളോ അപ്പ്. ഈ ഫോളോ അപ്പില് നമ്മൾ അവരുടെ നിന്ന് എടുക്കേണ്ടത് അവരുടെ ഫീഡ്ബാക്ക് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിക്കാം. അതിൽ ഇഷ്ടപ്പെട്ട കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വിവരണം തന്നെ അവരോട് അടുത്ത ചോദിക്കേണ്ട കാര്യം, അപ്പോ നിങ്ങൾ ജോയിനിങ് എടുക്കാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. ജോയിനിങ് എടുക്കട്ടെ, ജോയിനിങ് തരട്ടെ, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ജോയിനിങ് എടുക്കാൻ പെർഫെക്റ്റ് ആണ്. ആൻഡ് രണ്ടാമത്, അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഈ പ്ലാൻ പറയുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ മനസ്സിൽ ഇത് എന്തായിരിക്കും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇതെന്ന് പ്രതീക്ഷിച്ചതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ. അതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ. അപ്പൊ ചിലപ്പോൾ അവർ പറയും, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇന്ത്യൻ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞപ്പോ ഇതിന്റെ ഒരു ക്വാളിറ്റിയും അതിനെ പറ്റിയിട്ടും കൂടുതൽ പറയാം. ഓക്കെ, സോ സാറിന് വേണ്ടത് ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി ആയിരിക്കും. റൈറ്റ്, നിങ്ങളൊരു നല്ലൊരു കസ്റ്റമർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാം. സോറി, ഞാനത് ബിസിനസ് സൈഡിലേക്കാണ് കിടന്നത്. കാരണം ഞാൻ വിചാരിച്ചു ക്യാഷ് ആയിരിക്കും കുറച്ചും കൂടി സാറിന് മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അത് എന്റെ ഭാഗത്തുള്ള തെറ്റാണ്. പ്രൊഡക്റ്റിന്റെ കാര്യം എനിക്കൊരു 15 മിനിറ്റ് തരണം, എന്നിട്ട് പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോളോ. ആൻഡ് ഫൈനലി ഈ കാര്യങ്ങളൊക്കെ ഒത്തുചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു കസ്റ്റമർ ജനനം കൊള്ളുന്നത്. സോ ദാറ്റ് മീൻസ് ലീഡ് നമ്മൾ ലിസ്റ്റ് എഴുതി, കോണ്ടാക്ട് ചെയ്തു, അപ്പോയിന്റ്മെന്റ് എടുത്തു, പ്രസന്റേഷൻ കാണിച്ചു, എന്നിട്ട് ഫോളോ അപ്പ് ചെയ്തു. ആ ഫൈനൽ ഫോളോ അപ്പിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, കസ്റ്റമർ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത്. റൈറ്റ്, ഓക്കെ. ഇനി ഈ കസ്റ്റമേഴ്സിൽ ഈ പ്രോസ്പെക്ട്സിൽ തന്നെ നമുക്ക് പല കാറ്റഗറി പ്രോസ്പെക്ട്സ് ഉണ്ട്. ആ പല കാറ്റഗറി പ്രോസ്പെക്ട്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയാണ് വെരി അവെയർ. ശ്രദ്ധിക്കണം, വെരി അവെയർ. വെരി അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സിമിലർ ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ RCM പോലെ തന്നെ അല്ലെങ്കിൽ RCMനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള അതേ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന അതേ കാറ്റഗറിയിൽ വരുന്ന ഡയറക്ട് സെല്ലിംഗിലെ 464 കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. മേ ബി ന്യൂട്രിചാർജ് ആയിട്ട് പാരലൽ ആയിട്ട് വരുന്നതാവാം, കീസോൾ ആയിട്ട് പാരലൽ ആയിട്ട് വരുന്നതാവാം, FMCG ആയിട്ട് പാരലൽ ആയിട്ട് വരുന്നതാവാം, ഏത് വേണമെങ്കിലും ആയിരിക്കാം. സോ അവർക്ക് അവെയർ ആണ്. അവര് പല തരത്തിലുള്ള മാർക്കറ്റിംഗ് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈഡ് മെനി, പല രീതികൾ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് സിമിലർ പ്രൊഡക്റ്റുകൾ അവർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയാം നമ്മുടെ പിച്ചിങ് എന്താണ്, നമ്മൾ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാം. സോ ട്രൈഡ് മെനി സിമിലർ പ്രൊഡക്ട്സ്. ഓക്കെ, സോ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർ ഭയങ്കര ലോയൽ ആയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്പിളിന്റെ ഫോൺ ഉപയോഗിക്കുന്ന ആള് അടുത്ത ആപ്പിളിന്റെ ഫോൺ വരുമ്പോ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ആപ്പിളിന്റെ ഒരു ഐപോഡ് വരുമ്പോൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ആപ്പിളിന്റെ ടാബ് വരുമ്പോൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോയലാണ്, ലോയൽ കസ്റ്റമേഴ്സ് ആണ്. ഇപ്പൊ RCMൽ തന്നെ ഇഷ്ടം പോലെ ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ഏത് പ്രൊഡക്റ്റ് വന്നാലും അവര് മേടിക്കും, ഏത് പ്രൊഡക്റ്റ് വന്നാലും അവർ മേടിക്കും. സോ ഇവരെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ RCMൽ നിന്ന് പുറത്താണ് അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഒരു ലോയൽ കസ്റ്റമറായിട്ട് നിലനിൽക്കുന്നതെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ അവരെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം ഒരു ലോയൽ കസ്റ്റമറിനെ കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവർ ലോയലാണ്. അവര് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ആയിരിക്കും ഇത്ര കാലം ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള നോബിൾ സാർ പറയാറുണ്ട്, തുടക്കകാലങ്ങളിലൊക്കെ RCM വരുന്നേക്കാളും മുന്നേ അദ്ദേഹം ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടുകളൊക്കെയാണ് എടുക്കാറ്. 2000, 2500, 3000 രൂപയാണ് അതിന് വില വരുന്നത്. അപ്പോ അദ്ദേഹം RCMലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് RCM പറഞ്ഞു കൊടുത്ത വ്യക്തി പറഞ്ഞു,
ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു ആവശ്യകത, അതിന്റെ ഒരു ക്വാളിറ്റി, അതിലൂടെ ഉണ്ടാക്കുന്ന എമൗണ്ട്, ജനറേഷൻ മണി എത്രത്തോളം ആയിരിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ധാരണ കൊടുത്തപ്പോൾ അദ്ദേഹം ആ ബ്രാൻഡ് മാറ്റിയിട്ട് ആർച്ചർ എന്നൊരു ബ്രാൻഡ് ചൂസ് ചെയ്തു. ഇന്ന് ലോയൽ കസ്റ്റമർ ആയിട്ട് മാറി. അപ്പോ നിങ്ങൾ ചില വീടുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള വ്യക്തമായ ധാരണ അവരിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ നമുക്ക് ആ ബ്രാൻഡിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരിക്കില്ല. ഇപ്പൊ ഞാനൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില ലേഡീസ് ഉപയോഗിക്കുന്ന ബാഗുകൾ, ഇത് ഈ ബ്രാൻഡാണ് ആ ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല. അത് എന്റെ പാർട്ട്ണർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക, ഓക്കെ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ വില എത്രയാണ്, ഇതിന്റെ മൂല്യം എത്രയാണ്, ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, അതൊക്കെ കറക്റ്റ് ആയിട്ടൊരു ധാരണ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് ഏത് തരത്തിലെ പ്രൊഡക്റ്റ് കൊടുത്താലാണ് ക്ലിക്ക് ആവാൻ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഹയർ എൻഡ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടത് എന്താ, അവരുടെ ലൈഫ് സ്റ്റൈലിനെ പ്രൊജക്ട് ചെയ്യുന്ന, അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നാലാൾ പറയും അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. അത്തരത്തിലുള്ള കാറ്റഗറി ആൾക്കാരെയാണ് വെരി അവയർ എന്ന് പറയാം. അവർ പല മാർക്കറ്റിങ്ങും പല രീതിയിലും പല പ്രൊഡക്റ്റുകളും സിമിലർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇവരെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ മറ്റു പ്രൊഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ പ്രൊഡക്റ്റിനെ താത്തിക്കെട്ടാതെ പറഞ്ഞു കൊടുത്താൽ മതി. അതേപോലെ തന്നെ മറ്റുള്ള കമ്പനികളുടെ ബിസിനസ് പ്ലാൻ നമ്മളിൽ നിന്ന്, മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നമ്മുടെ ബിസിനസ് പ്ലാൻ എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്നുള്ളത് മറ്റേ കമ്പനികളുടെ ബിസിനസ് പ്ലാനിനെ തരം താത്തിക്കെട്ടാതെ പറഞ്ഞാൽ മതി. ഇത്രേ ചെയ്യാനുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് പറയണം. അറ്റ് ദ സെയിം ടൈം അവർ ഇത്രകാലം വർക്ക് ചെയ്ത ഏരിയനെയും ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് പറയണം. സോ ട്രൈഡ് മെനി സിമിലർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻസ്. പക്ഷെ അവര് വെരി അവെയർ ആണ്. പക്ഷെ ഇവരെ ഒരു വട്ടം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് ഭയങ്കര ലോയൽ ആയിരിക്കും. പിന്നെ അവർ ഈ ബിസിനസ് വിട്ട് പോകത്തേയില്ല. അവര് കറക്റ്റ് പ്രൊഡക്റ്റ് ഓൺ ടൈം മേടിക്കും, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ലോയൽറ്റി അവരെപ്പോഴും നമ്മളോട് കാണിക്കും. ഇനി ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വെരി അവെയറിൽ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, അതാണ് ടു അവെയർ. ടു അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും ഇമ്പോസിബിൾ ആണ്. കാരണം ഇവരിത് ഓവർ യൂസ് ചെയ്ത് ഇവർക്ക് റിസൾട്ട് ഇല്ലാത്തൊരു ലെവലിലേക്ക് എത്തി. വെരി അവെയറിന്റെ കേസിൽ മോസ്റ്റ്ലി റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവരിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ട് ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അവർ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ, കോമ്പൻസേഷൻ പ്ലാൻ അവർ യൂസ് ടു ആയിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ടു അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് യൂസ് ചെയ്യും, കുറെ അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് ചിലപ്പോൾ വേണ്ട രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇവരെ നമ്മൾ പറയുന്നതാണ് കൈൻഡ് ഓഫ് ബേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് കത്തി ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മള് ഈ വിളക്കില് കരിന്തിരി കത്ത് എന്ന് പറയില്ലേ, അതുപോലെ കത്തി ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് പിന്നെ അടുത്തൊരാൾ ഇത് പറയുമ്പോൾ ഇവർക്ക് അത്ര ഒരു ഉഷാറ് വരില്ല. ഇവർ കൈൻഡ് ഓഫ് ഒരു ഇമ്പോസിബിൾ എന്ന് പറയുന്നില്ല, പക്ഷെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു കാറ്റഗറി വെരി അവെയർ എന്ന് പറയുന്ന കാറ്റഗറിനെ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി, കമ്പാരിസൺ ശരിയായിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ആ കമ്പാരിസൺ കാണിക്കുമ്പോൾ അവര് വർക്ക് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ബിസിനസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ തരം താത്തി കെട്ടാൻ പാടില്ല. അതിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അവരെ പതുക്കെ ഈ ട്രാക്കിലേക്ക് എടുക്കണം. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സർവീസ് നല്ലതാണ്, നിങ്ങളുടെ നോളേജ് അക്യുറേറ്റ് ആണ്, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന കെയർ സൂപ്പർ ആണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ വരും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് പ്രൊഡക്റ്റ് അവെയർ എന്ന് പറയാം. പ്രൊഡക്റ്റ് അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറിനെ സംബന്ധിച്ച് അവർക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയാം. പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ എന്താണ്, പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അത് എന്ത് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ അവര് ഷുവർ നോട്ട്, അവരത്ര ഷുവർ അല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിചാരിച്ച രീതിയിൽ ഒരു റിസൾട്ട് കിട്ടുമോ, അല്ലെങ്കിൽ എന്താ പറയാ വേണ്ട രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുമോ എന്നുള്ളതിന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അവരുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ട്. ഇവരെപ്പോഴും ഒരു ബൈയിങ് വിൻഡോയിലാണ്. വേണോ വേണ്ടേ, ഇത് എടുത്താൽ ശരിയാവും. ഇപ്പൊ ചില ആൾക്കാർ നമ്മുടെ ബിസിനസ്സിൽ തന്നെ പ്ലാൻ കേൾക്കും, അവർക്ക് ഇഷ്ടാവും. ചിലപ്പോ നല്ലൊരു ലീഡർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് സാധനം ഇഷ്ടാവും, ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പിന്നെ അവരിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഞാൻ ചെയ്ത് ശരിയാകുമോ, ഇവരൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ. ഇതാരും നെഗറ്റീവ് പറഞ്ഞു കൊടുത്തോണ്ടല്ല, പക്ഷെ അവരുടെ ലൈഫിൽ അവരെല്ലാം ഇങ്ങനെയാണ്. ഒരു പ്രൊഡക്റ്റ് എടുത്തു, ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോൺഫിഡന്റോട് കൂടിയിട്ട് അവർക്ക് ആ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. അവർ ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ നോക്കും, അല്ല ഇതിപ്പോ മേടിക്കണ വേണ്ട, ഇൻഡിസിസീവ് ആണ്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അവർക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയാം, പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളൊക്കെ അറിയാം, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേൾക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഷുവറിറ്റി കുറവുണ്ട്, ഇത് വേണോ വേണ്ടേ. ആ ഷുവറിറ്റി കുറവ് ഉള്ളതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്കൊരു പുഷ് കിട്ടിയാൽ മതി. ആ പുഷ് നമ്മളൊന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ചില ആൾക്കാര് പറയും, അല്ല ഇതുകൊണ്ടൊക്കെ എന്റെ പിമ്പിൾസ് മാറുമോ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറുമോ. അപ്പൊ നമുക്ക് ഈ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റണം. നമ്മൾ അതേ സമയത്ത് നമ്മൾ അവരോട് പറയാണ്,
അല്ല, മാറുമോ ചോദിച്ചാ മാറുന്നാണ് നേഹമ്മയുടെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. മാറിയില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അവര് പറയും നിങ്ങൾ വേഗം മാറിപ്പോക്കോ എന്ന് പറയും. നമുക്ക് അവരുടെ ഒപ്പം പ്രൊജക്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ അവർക്ക് അവരുടെ ആളായിട്ട് തോന്നണം. നമ്മൾ പറയാൻ നോക്കൂ, 100% ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ കൊടുത്തവർക്കൊക്കെ മോസ്റ്റ്ലി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ട്രൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഇത് ഡെർമറ്റോളജിക്കലി അപ്രൂവ്ഡ് ആണ്. അപ്രൂവ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് സ്കിന്നിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒന്നാണ്. മാഡം എന്തായാലും ഇത്രയും കാര്യങ്ങൾ ട്രൈ ചെയ്തു. മാഡം ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കൊരു 4 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അടുത്ത ഘട്ടം എന്താണ് വേണ്ടത്. കാരണം ആർസിഎമ്മിൽ ഇത് മാത്രമല്ല, നമുക്ക് വേറെ സിഗ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതിലത്തെ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് അലോവേര ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാൻ ചെയ്യുന്നു. ഇപ്പൊ പ്രൊഡക്റ്റ് അവെയർ ആണ്. ഇത്തരം ആൾക്കാർക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയാം, അവർ കേട്ടിട്ടുണ്ട്, അവർ ക്ലാസ്സിൽ ഓക്കെയാണ്. ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണമാണ് തവിടെണ്ണ. തവിടെണ്ണ നമ്മൾ അവരോട് പറയുന്നു ഇങ്ങനെ ഒരു എണ്ണയുണ്ട്, ഇത് രാവിലെ കുടിക്കണം. അപ്പൊ ക്ലാസ് ഒക്കെ കേട്ടു, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അരിയുടെ തവിടുന്ന് എടുക്കുന്ന എണ്ണയാണ്, അതിന്റെ ഗുണങ്ങൾ ഓൾറെഡി അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നെറ്റിലൊക്കെ നോക്കി പരിശോധിക്കും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ എണ്ണ കുടിക്കണം. കുടിച്ച എന്തെങ്കിലും പറ്റുമോ, കുടിച്ച വല്ല പ്രശ്നവും നടക്കുമോ? ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവരൊരു സാധനം ആമസോണിൽ നോക്കും, എന്നിട്ട് ഇതിന്റെ റിവ്യൂസ് ഇങ്ങനെ ഇരുന്ന് നോക്കും. ഇയാൾ ഇതിനെ പറ്റി എന്താ പറഞ്ഞത്, ഇയാൾ ഇതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്, എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അത് വാങ്ങില്ല. അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ആ കാറ്റഗറിയിൽ എന്താണ്, അവർക്ക് പ്രൊഡക്റ്റിനെ പറ്റി അറിയാം, അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, അവർക്ക് പ്രൊഡക്റ്റ് അറിയാം, അവരുടെ അതേപോലെ തന്നെ ആർസിഎമ്മിനെ പറ്റിയിട്ട് അറിയാം, ആർസിഎം ബിസിനസ് പ്ലാനിനെ പറ്റിയിട്ടൊക്കെ അറിയാം. പക്ഷെ അവരുടെ ഉള്ളിലൊരു സങ്കോചം, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു സങ്കോചമുണ്ട്. അവരെ പറയുന്നതാണ് പ്രൊഡക്റ്റ് അവെയർ. ഇത്തരം ആൾക്കാരെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അവർ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കില്ല. അവർ കുറച്ചിങ്ങനെ ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ ഇവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെറിയൊരു പുഷ് ചെയ്താൽ മതി, ചെറിയൊരു പുഷ് മാത്രം കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തതാണ് സൊല്യൂഷൻ അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറി ആൾക്കാർക്ക് റിസൾട്ട് അറിയാം, ഇതിന്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും അറിയാം, പക്ഷെ അവർക്ക് എന്താ അറിയില്ല, പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയില്ല. ഇത്തരം ആൾക്കാർക്ക് അവർക്ക് എന്ത് റിസൾട്ട് ആണ് വേണ്ടതെന്ന് അറിയാം, ദേ നോ അബൌട്ട് ദ റിസൾട്ട്, പക്ഷെ അവർക്ക് ഇതിന്റെ സൊല്യൂഷൻ അറിയില്ല. സൊല്യൂഷൻ അവരെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തമാണ്. ഇപ്പൊ ഞാൻ ഒരു ലേഡീനെ കാണാൻ പോകുന്നു, ഞാൻ അവരോട് സംസാരിക്കുന്നു, അവരോട് ഞാൻ കീസോളിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അവർ പറയുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ ആവശ്യം ഈ ഒരു കുരുമാറാണ്, മുഖക്കുരുമാറാണ്. സോ അവർക്ക് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അറിയാം, അതിന് എന്ത് വേണം എന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷെ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അവർക്ക് അറിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ വീട്ടില് എന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി. ഈ വെള്ളം കയറി വെള്ളം ഉള്ളിലേക്ക് കയറി. ഈ വെള്ളത്തിനെ പുറത്താക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വെള്ളം കയറി, അതെന്താന്നുള്ളത് എനിക്കറിയാം, വെള്ളം പുറത്താക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം, ഇതിന്റെ സൊല്യൂഷൻ എന്താന്നുള്ളത് അറിയില്ല. നമ്മുടെ നാട്ടില് 98% ആൾക്കാരും ഈ കാറ്റഗറിയിൽ വരുന്നത്. അവർക്ക് അറിയാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോ എന്റെ ലൈഫിൽ എനിക്ക് കുറച്ച് വരുമാനം കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലിനേക്കാളും കൂടുതൽ വർക്ക് ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാൻ പോകണം, എന്നാലാണ് എനിക്ക് വരും. ഇത് എനിക്കറിയാം. പക്ഷെ ഏത് ജോലി, എങ്ങനെ, ഏത് സമയത്ത്, എത്ര വർക്ക് ഇട്ടാലാണ് കിട്ടുക, ഇതറിയില്ല. പല ആൾക്കാരും ഇങ്ങനെയാണ്. അവർക്കറിയാം ആർസിഎം ചെയ്ത വരുമാനം കിട്ടുന്നത്, പക്ഷെ അവർക്ക് സൊല്യൂഷൻ അറിയുന്നില്ല. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എപ്പോ ചെയ്യണം. ഉൽപ്പന്നം കൊടുത്തു, ആ ഉൽപ്പന്നം അവർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല, സൊല്യൂഷൻ അവർക്ക് അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് സൊല്യൂഷൻ കൊടുക്കണം. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. അപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും മാറുന്നില്ല. കാരണം എന്താ, ഇന്ന് നാട്ടിൽ എല്ലാവരും ഡോക്ടറാണ്. ഇന്ന് നാട്ടില് ഒരു 500 പേരുടെ സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ 452 പേരും ഡോക്ടർ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ ഒരു കസിൻ ബ്രദർ, അദ്ദേഹത്തിന്റെ മകന് എനിക്ക് തോന്നുന്നു അസുഖത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, പക്ഷെ എന്തെങ്കിലും ആവട്ടെ, ആ ഒരു അസുഖം വന്നപ്പോ മകനെ കൊണ്ട് പൂരപ്പറമ്പിൽ പോയി. പൂരപ്പറമ്പിൽ പോയപ്പോ ഒരാള് പറഞ്ഞു, അയ്യോ ഭയങ്കര വെയില, കുട്ടിക്ക് ഇപ്പൊ ഇത് കൊള്ളാൻ പാടില്ല. അടുത്ത ആളെ കണ്ടപ്പോ ആള് പറഞ്ഞു, എന്താ കുട്ടീനെ ഇങ്ങനെ കൊണ്ടടക്കണം, കുട്ടീനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കൂ. അടുത്ത ആള് പറഞ്ഞു, അതേ അലോപ്പതി ഒന്നും വേണ്ട കേട്ടോ, ആയുർവേദം ഏറ്റവും നല്ലത്. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാളെ കണ്ടപ്പോ പറഞ്ഞു, അലോപ്പതി ആയുർവേദം ഒന്നല്ല, ഹോമിയോപ്പതിയാണ് നല്ലത്. അപ്പൊ ഇങ്ങനെ ഇന്ന് നാട്ടില് എല്ലാ തരത്തിലുള്ള ഡോക്ടർമാരും ഉണ്ട്. പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, കാരണം അഭിപ്രായം ഫ്രീ അല്ലേ. ഇത് കേട്ടിട്ട് ഇദ്ദേഹത്തിന് ടെൻഷനായിട്ട് ഇദ്ദേഹത്തിന് ഒരു 4 കിലോ നിപ്പിന് കുറഞ്ഞു. ഭയങ്കര ടെൻഷനായി. കാരണം എന്താണെന്നറിയോ, അയാൾക്ക് സൊല്യൂഷൻ എന്താണെന്ന് അറിയുന്നില്ല.
ഫൈനലി ആള് നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ സൊല്യൂഷൻ ഇതാണ്, ഇത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ ഓക്കെയാണ്. അപ്പൊ ആ സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. കാരണം ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അറിയാം റിസൾട്ട് ഇതാണെന്ന് അറിയാം, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് അറിയാം. എനിക്ക് ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുന്ന അറിയാം. പക്ഷെ ഡയമണ്ട് ക്ലബ്ബ് എങ്ങനെ ചെയ്യണം, അതാണ് നമ്മൾ കൊടുക്കേണ്ട സൊല്യൂഷൻ. ആ സൊല്യൂഷൻ എന്താ കൊടുക്കേണ്ടത് എന്നുള്ളത് അവർ തന്നെ നമ്മളോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. സോ മൂന്നാമത്തതാണ്, ഇവർക്ക് റിസൾട്ട് എന്താണെന്ന് അറിയാം, ഔട്ട്കം എന്താണ് വേണ്ടതെന്ന് അറിയാം, പക്ഷെ അവർക്ക് സൊല്യൂഷൻ എന്താണെന്ന് അറിയില്ല. ആ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കലാണ് നമ്മളെ കഴിവിരിക്കുന്നത്. ആൻഡ് നാലാമത്തതാണ് പ്രോബ്ലം അവയർ. പ്രോബ്ലം അവയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയാം, പ്രോബ്ലം എന്താണെന്നുള്ളത് ഇവർക്ക് അറിയാം, പക്ഷേ ഇവർക്ക് എന്തില്ല, സൊല്യൂഷൻ അറിയില്ല. ഇതാണ് എന്റെ പ്രശ്നം. ഈ ബിസിനസ് ചെയ്യാനായിട്ട് ഞാൻ നേരിടുന്ന പ്രശ്നം മടിയാണ്. ആ മടിയാണെന്ന് എനിക്കറിയാം, അതെന്റെ പ്രോബ്ലം ആണ്. പക്ഷെ ഇവർക്ക് എന്താണ്, ഈ മടീനെ മാറ്റാനുള്ള സൊല്യൂഷൻ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതാണ് പ്രോബ്ലം അവെയർ കസ്റ്റമേഴ്സ്. ഈ ഒരു കാറ്റഗറി കസ്റ്റമേഴ്സ് നമ്മുടെ ടീമിലും ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ ബിസിനസ്സിലും ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് അവരുടെ പ്രശ്നം അറിയാം. ഇപ്പൊ ഞാനും സുരാജ് സാറും തന്നെ ഒരു വട്ടം ഒരു കൗൺസിലിംഗിന് വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് രാത്രി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനുദൻ സാർ അതിലുണ്ടായിരുന്നു. യെസ്, അനുദൻ സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചു. ആള് പറഞ്ഞു എനിക്ക് മടിയാണ്, അതാണ് എന്റെ പ്രോബ്ലം. പ്രോബ്ലം എന്താണ്, പ്രോബ്ലം മടിയാണ്. അപ്പൊ പ്രോബ്ലം മാറ്റാനുള്ള സൊല്യൂഷൻ എന്താണ്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ അവർക്ക് പ്രോബ്ലത്തെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കും, പക്ഷെ അത് മാറ്റാനുള്ളത് എന്താണ്, ആ സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് അഞ്ചാമത്തതാണ് അൺഅവെയർ. അൺഅവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ടീമിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ഒന്നിനെ പറ്റിയിട്ടും ഒന്നും അറിയില്ല. നോ നോളേജ്, നോ നോളേജ് ഓഫ് പ്രോബ്ലം. അവർക്ക് പ്രോബ്ലം എന്താണെന്നും അറിയില്ല, സൊല്യൂഷൻ എന്താണെന്നും അറിയില്ല. സ്വസ്ഥമായിട്ടിരിക്കുന്നു, സുന്ദരമായിട്ടിരിക്കുന്നു. നമ്മൾ പറയില്ലേ, യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ല, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല, ഇപ്പൊ പോകുന്ന ട്രാക്കിൽ പോകാൻ അവർ റെഡിയാണ്. സോ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ടീമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇവരെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയില്ല, അവർക്ക് സൊല്യൂഷൻ എന്താ വേണ്ടതെന്നും അറിയില്ല. അവരിങ്ങനെ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ 5 തരത്തിലുള്ള അവയർനെസ് ആണ് ഒരു പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത്. ഒന്ന്, വെരി അവയർ. ഈ ഒരു കാറ്റഗറി ആൾക്കാർ അവർ എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അവരൊരു ലോയൽ കസ്റ്റമർ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ അവർ വേറെ കമ്പനിയുടെ ആയിരിക്കും. ആ ഒരു കമ്പനിയിൽ ഉള്ള പ്രൊഡക്റ്റുകൾ നല്ലതാണെന്നും അതിന്റെ ക്വാളിറ്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെന്നും, പക്ഷെ എന്നിരുന്നാൽ പോലും പല ആൾക്കാരും എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അത്തരം കമ്പനികളുടെ പ്രൊഡക്റ്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും, അതുകൊണ്ടാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് എന്നോടൊരു വ്യക്തി ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കത് എന്റെ ബഡ്ജറ്റിനൊത്ത് ചെയ്യാൻ പറ്റി, എനിക്കതനുസരിച്ച് റിസൾട്ടും കിട്ടുന്നുണ്ട്, പ്രൊഡക്റ്റുകളും നല്ല ഗുണമേന്മയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പതുക്കെ നമുക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വൺസ് നിങ്ങൾക്കൊരു ലോയൽ കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ അവര് ഔട്ട്കം തരും. കാരണം എന്താ, അവര് നിരന്തരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ നോക്കിക്കോളൂ, ആപ്പിൾ നോക്കിക്കോളൂ, സാംസങ് നോക്കിക്കോളൂ, നോക്കിയ നോക്കിക്കോളൂ. ഈ 3 ബ്രാൻഡുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ലോയൽറ്റി ഉള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആപ്പിളാണ്. കാരണം അവരുടെ കസ്റ്റമേഴ്സിനെ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് മാത്രം എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ചെയ്തത്. നമ്മളും ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനോ ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കാം. ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് വെച്ചാൽ സർവീസിലൂടെയാണ് നമ്മൾ വാങ്ങിക്കുക. സർവീസ് എങ്ങനെയായിരിക്കണം, പ്രോംപ്റ്റ് ആയിരിക്കണം, ഓൺ ടൈം ആയിരിക്കണം, കറക്റ്റ് സമയത്ത് അപ്പോയിന്റ്മെന്റ് സമയത്ത് അവിടെ എത്തുക, അവർക്ക് പ്രൊഡക്റ്റുകൾ കറക്റ്റ് ഡേറ്റിന് എത്തിക്കുക, അടുത്ത മാസം എത്ര പ്രൊഡക്റ്റ് എപ്പോൾ വേണം എന്നത് കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അടുത്ത മാസം എത്ര മീറ്റിംഗ് വേണം എന്നുള്ളത് മുൻകൂട്ടി ചോദിക്കുക, പ്ലാൻ ചെയ്യുക, അതോടൊപ്പം ടാർഗറ്റ് ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കേണ്ടതാണ്, അവരെ ഒരു ലോയൽ കസ്റ്റമർ ആക്കിയിട്ട് ഒരുക്കേണ്ടതാണ്. രണ്ടാമത്താണ് പ്രൊഡക്റ്റ് അവെയർ. പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അവർക്ക് അറിയാം, കേട്ടിട്ടുണ്ട്, ഞാൻ കുറെ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ഉപയോഗിക്കാനുള്ള ധൈര്യം ഇല്ല. ആ ധൈര്യം കൊടുക്കണമെങ്കിൽ എന്ത് വേണം, അവർക്ക് നമ്മൾ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവർക്ക് കുറച്ചും കൂടി വിശ്വാസം വരും. ഇപ്പൊ ശരീരത്തിൽ ചൊറിയും ചണങ്ങും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സൊറിയാസിസ് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തവിടെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറും എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞ് അയാൾ പറയും എന്റെ പൊന്നു മോനെ എനിക്കിത് വേണ്ടാന്നുള്ളത്. കാരണം എന്താ, ശരീരത്തിലെ പുറത്തേക്കുള്ള സാധനങ്ങളൊക്കെ പതുക്കെ വരും. എന്നാൽ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പക്കലുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി
വിശ്വാസം വരും. സോ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് അവയറിന്റെ കേസിൽ എന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അവർ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആ കോൺഫിഡൻസ് കുറവ് നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ തവിടെണ്ണ രാവിലെ കുടിക്കാത്തത്? അപ്പൊ അവര് പറയും, അല്ല ഇത് കുടിച്ച് എന്തെങ്കിലും ആവോ? ആരാണ് സാറിനോട് ഇത് പറഞ്ഞത്? അപ്പൊ പറയും, ഇന്ന ആളെ എന്നോട് പറഞ്ഞു ഇത് കുടിച്ചിട്ട്, നമ്മൾ ഇത്ര കാലം എണ്ണയൊന്നും കുടിച്ചിട്ടില്ലോ, ഇത് കുടിച്ചെന്തെങ്കിലും. സാറേ മദ്യം കുടിച്ചിട്ട് വരെ ആൾക്കാർ 60 വയസ്സ് വരെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി എണ്ണ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പം സംഭവിക്കില്ല, ഒരു പ്രശ്നം സംഭവിക്കില്ല. ആകെ വയറുത്രായിരുന്നു. അത് വേറെ ഒന്നല്ല, കാരണം അതിൽ ഫൈബർ ഉണ്ട്. കാരണം ആരോ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇത് കുടിച്ച അടുത്ത ദിവസം ചുറുന്ന് പറഞ്ഞിട്ട് പോവും. ചുറുന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നല്ല, കുറെ കാലമായിട്ട് പോവാതെ പീച്ചി ഡാമിലുള്ള അണക്കെട്ട് പോലെ ഇങ്ങനെ മുറുക്കി കെട്ടിയുള്ള സാധനം. മുല്ലപ്പെരിയാറൊക്കെ ഇല്ലേ, ഈ എണ്ണ ചെല്ലുമ്പോഴാണ് മുല്ലപ്പെരിയാർ പൊട്ടുക. അപ്പൊ ഇതിന്ന് കുറെ സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോകും. അതെന്തിനാ പേടിക്കാനുള്ള, ഇത് പുറത്തേക്ക് പോകേണ്ട സാധനങ്ങൾ തന്നെയല്ല. അതിപ്പോ സ്റ്റോർ ചെയ്ത് ബാങ്കിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാനില്ല. അപ്പോ പ്രൊഡക്റ്റ് അവെയർ ആവുക, പ്രൊഡക്റ്റിനെ പറ്റി അവയർനെസ് ഉണ്ട് ഇവർക്ക്, പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇതിൽ റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ എന്റെ ടീമിലെ റോജ സംഷുദ്ദീൻ മാഡം ഉണ്ട്. മാഡൊക്കെ ഇപ്പൊ ഗാമോർജിനോൾ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ആണ്. മുട്ടിന്റെ വേദനയ്ക്ക് ഗാമോർജിനോൾ കയ്യിലെടുത്ത് പൊടിച്ച് അത് അവിടെ തേക്കും, തവിടെണ്ണയുടെ കൂടെ തേക്കും. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ആ ലെവലിൽ കോൺഫിഡന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പകുതി കോൺഫിഡൻസ് ഇത്തരം ആൾക്കാർക്ക് നമ്മൾ കൊടുത്താൽ മതി. മൂന്നാമത്തെ കാറ്റഗറിയാണ് സൊല്യൂഷൻ അവെയർ. സൊല്യൂഷൻ അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് അറിയാം എന്താ വേണ്ടതെന്നുള്ളത്. എനിക്കെന്ത് ഈ ഒരു സൊറിയാസിസ് മാറ്റണം, ഇത് അവർക്ക് അറിയാം, പക്ഷെ എങ്ങനെ മാറ്റണം എന്നുള്ളത് അവർക്ക് അറിയില്ല. അവർക്ക് ഈ മാസം ഡയമണ്ട് ക്ലബ് ചെയ്യണം, പക്ഷെ എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല. അവർക്ക് ഈ മാസം എന്താ പറയാ ഡിസ്പ്ലേ ബോൾ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം? നമ്മൾ അവർക്ക് ഇതിന്റെ സൊല്യൂഷൻ കൊടുക്കുക, എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുക, ഇതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക. ഇപ്പം പല ആൾക്കാരും ഇന്ന് ഡയമണ്ട് ക്ലബ്ബ് എന്താ പറയാ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഡയമണ്ട് ക്ലബ്ബിൽ അവർ 5000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കും, 5000 രൂപയുടെ പ്രൊഡക്റ്റുകൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കും. ഈ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സെയിലിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് അടുത്ത ഹോം മീറ്റിംഗിന് പോകുന്നു, അവിടെ പുട്ട് പോലെ ഇത് വിറ്റ് പോകുന്നു. അടുത്ത ഹോം മീറ്റിംഗിന് പുട്ട് പോലെ ഇത് വിറ്റ് പോകുന്നു. മിനിമം 2 ഹോം മീറ്റിംഗിനുള്ളിൽ നിങ്ങളുടെ 5000 PV ഖാലിയാവും. പക്ഷെ ആരും ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനുള്ള ഒരു റിസൾട്ട്, ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ട് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഹോം മീറ്റിംഗ്. സെയിൽസിന് ഒരു ലിമിറ്റ് ഉണ്ട്. സെയിൽസിന് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഹോം മീറ്റിംഗിൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു 20-30 പേർക്ക് നിങ്ങൾക്ക് ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ അവിടെ ചിലപ്പോൾ ഒരു ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് അവിടെ പ്രൊഡക്റ്റ് തീരും. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങളുടെ ഡയമണ്ട് ക്ലബ്ബ് ആണെങ്കിൽ ഇത് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഹോം മീറ്റിംഗ് എടുക്കണം. ഡയമണ്ട് ക്ലബ് ഹോം മീറ്റിംഗ്, ഹോം മീറ്റിംഗ് ഡയമണ്ട് ക്ലബ്, ഡയമണ്ട് ക്ലബ് ഹോം മീറ്റിംഗ്, ഈ സർക്കിൾ കറക്കിയാലാണ് ഡയമണ്ട് ക്ലബിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. സോ സൊല്യൂഷൻ അവെയർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്താണെന്ന് അവർക്ക് അറിയാം, റിസൾട്ട് എന്താ വേണ്ടതെന്ന് അവർക്ക് അറിയാം, പക്ഷെ സൊല്യൂഷൻ അറിയില്ല. ആ സൊല്യൂഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം. ആൻഡ് 4ാമത്തെ കാറ്റഗറിയാണ് പ്രോബ്ലം അവെയർ. ഇവർക്ക് അറിയാം പ്രശ്നം എന്താണെന്ന് അറിയാം. എന്റെ പ്രശ്നം മടിയാണ്. ഇനി അതിനുള്ള സൊല്യൂഷൻ ആര് കൊടുക്കും? നമ്മൾ കൊടുക്കും. എന്റെ പ്രശ്നം എനിക്കറിയാം സാറേ, ഞാൻ ക്ലാസ് അധികം കേൾക്കാറില്ല. അപ്പൊ എന്ത് വേണം? ക്ലാസ് അധികം കേൾക്കണം. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ വിളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇരുത്തി വിളിക്കണം. 10 പേരെ ഇരുന്ന് വിളിക്കും, ഇരുത്തി വിളിക്കുക. എന്റെ പ്രശ്നം, എനിക്ക് പുറത്തൊരാളെ, അപരിചിതന ഒരാളോട് എനിക്ക് കോൾഡ് കോളിംഗ് ചെയ്യാൻ അറിയില്ല. വാ നമുക്ക് ഒരുമിച്ച് പോവാം, ആളെ കൈ പിടിക്കുക, വാ ഞാനും വരാം, വാ നമുക്ക് പോവാം. അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് അവർക്ക് അറിയാം. അത് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം. കാരണം അവർക്ക് പ്രശ്നം എന്താണെന്ന് അറിയാം. അപ്പൊ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ അഭിമുഖീകരിക്കണം. എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയാണ്. എന്ന് താൻ സംസാരിക്കണ്ട, നാളെ ഞാൻ വന്ന് സംസാരിച്ചോളാം, രാവിലെ വിളിച്ചിട്ട് പറയാം എനിക്ക് വരാൻ പറ്റാ, സൗകര്യമുണ്ട്, എന്തായാലും മീറ്റിംഗ് വെച്ചതല്ല, മുടക്കണ്ട, സാർ തന്നെ എടുത്തോളൂ എന്ന് പറയും. അപ്പൊ എന്തായി? വിറച്ചിട്ടാണെങ്കിൽ അവൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഫിഡൻസ് വരും. ഇത്ര ചെയ്യാനുള്ളൂ. അപ്പൊ ഇവിടെ പ്രോബ്ലം അവരാണ്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം, പക്ഷെ അവർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ എന്താണോ അത് നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. 5ാമത്താണ് അൺഅവെയർ. ഇവർക്ക് പ്രശ്നം എന്താണെന്നും അറിയില്ല, സൊല്യൂഷൻ എന്താണെന്നും അറിയില്ല. ആർസിഎം എന്തിനാ ചെയ്യുന്നതെന്നും അറിയില്ല, ആർസിഎം ചെയ്താൽ എന്ത് കിട്ടുമെന്നും അറിയില്ല, ആർസിഎമ്മിൽ ആര് പറഞ്ഞിട്ടാ വന്നതെന്നും അറിയില്ല, ആര് പറഞ്ഞിട്ടാ ചെയ്യാതിരിക്കണമെന്നും അറിയില്ല. ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട്. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നും അറിയില്ല, ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല. ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട്. ഈ കാറ്റഗറി, ലാസ്റ്റ് കാറ്റഗറി ആൾക്കാരെ നിങ്ങൾ അപ്പാടെ ഒഴിവാക്കിക്കോളൂ. കാരണം അവര് ബിസിനസിന്റെ നിങ്ങളുടെ മൊമെന്റം, നിങ്ങളുടെ ഫ്ലോ കുറയ്ക്കും, നിങ്ങളെ ബാക്കിലോട്ട് എന്ത് ചെയ്യും? അവർ വലിക്കും. സോ ഈ 5 അവയർനെസ് നമുക്ക് വേണം. കാരണം നിങ്ങൾ ബന്ധപ്പെടുന്നതോ നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളോ പലരും പല കാറ്റഗറിയാണ്.
അപ്പൊ ഈ 5 കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും 5 ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. സെയിം കാര്യം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക. കാരണം ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, അവരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്, അവരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ആൻഡ് അപ്പൊ പ്രോസ്പെക്ടിങ്ങിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ, ഇന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്ക് ഇന്ന് മറ്റൊരു വിശിഷ്ട അതിഥിയും കൂടി ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ, നമ്മുടെ ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുള്ള സുരാഗ് സാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസ്പെക്ടിങ്ങിന്റെ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ലൈവ് ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ വരുന്ന 9-ാം തീയതി നമ്മുടെ തൃശ്ശൂർ തൊഴുത്തുങ്കൽ ഹാളില് റൈസ് ലൈക്ക് എ ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ തൃശ്ശൂർ എടുത്താണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടേക്ക് വരാം. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് അവിടെ ഞാനും സുരാഗ് സാറും കൊടുക്കുന്നത്. അതിലൂടെ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരു 100-ലധികം ലീഡേഴ്സിനെ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കഴിവുകളെ പുറത്തേക്ക് എടുത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്രോസ്പെക്ടിങ് ശരിയായിട്ട് ചെയ്യുക. നിങ്ങളുടെ ടീമിൽ വരുന്ന ആൾക്കാർ എത്തരത്തിലെ ആൾക്കാരാണ് എന്നുള്ളത് ഈ ഒരു അവയർനെസ്സിലൂടെ, ഈ 5 അവയർനെസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അവരെ അപ്രോച്ച് ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് ഒരു സെഷനിൽ നമുക്ക് എടുക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോജക്റ്റിന്റെ ഈ ഒരു ചെറിയ സെഷൻ എനിക്ക് ഇവിടെ എടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തുഷ്ടനാണ് ഞാൻ.